തോമസ് കുട്ടി ബ്രദർ ഇന്ന് വൈകിട്ട് 8 മണിക്ക് അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. മെയ് 13 ബുധനാഴ്ച, ഇവാഞ്ചലിക്കൽ ചർച്ച് മെയിൻ ഹാൾ നമ്പർ 1. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകമെങ്ങും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ പങ്കാളികളാ, പ്രേക്ഷകരല്ല. നമ്മൾ ഒന്നിച്ച ഈ ടെലിവിഷൻ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവകൃപയാൽ 10,000 വ്യക്തികളുടെ വിടുതൽ, സൗഖ്യങ്ങൾ, ജീവിത രൂപാന്തരങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ സംതൃപ്തിയാണ്. കഴിഞ്ഞ പല TV പ്രേക്ഷക മീറ്റിങ്ങുകളിലും ചെന്നപ്പോൾ നമ്മളുടെ ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടതിലൂടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞതിലൂടെ മദ്യപാനം മാറിയവർ, തകർന്ന കുടുംബങ്ങൾ ഒന്നായി തീർന്ന അത്ഭുതങ്ങൾ, കൂടാതെ ഡോക്ടർമാർക്ക് പോലും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നിന്ന സ്ഥാനത്ത് അത്ഭുതകരമായ സൗഖ്യം കിട്ടിയവർ, ഇങ്ങനെ പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന് എന്തൊരു സന്തോഷമാണ്. ഞാൻ വീണ്ടും എല്ലാ TV പ്രേക്ഷക മീറ്റിങ്ങിലും തങ്കുബ്രദറും ഞാനും ഞങ്ങൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒന്നല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ആരാ സുവിശേഷം പറയേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് അടുത്ത ആളോട് ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുക എന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നത്, നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ, വിളി കേട്ടെങ്കിൽ, യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന വചനം പത്രോസ് പറയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഈ TV പ്രോഗ്രാമിനെ, നമുക്കറിയാമല്ലോ, ഒരു കൺവെൻഷൻ സ്ഥലത്ത് എല്ലാവർക്കും വരാനൊക്കില്ല. എന്നാൽ ഈ TV പ്രോഗ്രാം എല്ലാ ഭവനങ്ങളിലും കടന്നു ചെല്ലുക. അപ്പം നമുക്ക് വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സാണ്. TV പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പേര് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറകൾ 10-12 വർഷം പഴക്കമുള്ളവയാണ്. നമ്മുടെ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പല എക്വിപ്മെൻറ്റ്സ്, നമ്മുടെ ഓരോ എക്വിപ്മെൻറ്റ്സും വളരെ പഴകി. എന്നാൽ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഈ ദിവസങ്ങളിൽ നമുക്കത് വേണം. സ്റ്റുഡിയോയുടെ കാര്യങ്ങൾ റെഡിയാകണം. എന്നാൽ ഇതുവരെയും TV പ്രോഗ്രാമുകളെ ഓരോരുത്തരും സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഓരോ പ്രോഗ്രാമും നിങ്ങൾ കാണുന്നത്. ഇന്ന് ഈ കാണുന്ന പ്രോഗ്രാമിൻ്റെയും പുറകിൽ സാമ്പത്തികമായി പലരും സഹായിച്ചു. സോ ഇനിയുള്ള നാളുകളിൽ പ്രോഗ്രാമുകളെ ഹെൽപ്പ് ചെയ്യുവാനും നമ്മുടെ എക്വിപ്മെൻറ്റ്സിന് വേണ്ടി നമ്മുടെ ഒരു മിഷൻ മന്ത്സ് ആയിരിക്കും ഇപ്പോൾ ഇനിയുള്ള ചില മാസങ്ങൾ. നിങ്ങൾ ഈ TV-യിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് ഈ നമ്പറിൽ വിളിക്കണം. എങ്ങനെ നിങ്ങൾക്ക് ഒരു എക്വിപ്മെൻറ്റ് വാങ്ങാനായിട്ട് സഹായിക്കാം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ചിലർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ഒരു എക്വിപ്മെൻറ്റ് വാങ്ങിത്തരാൻ പറ്റും, ചിലർക്ക് അതിന് ആഗ്രഹമുണ്ട്. വിളിച്ചവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. അതല്ല, ഇനി വലിയൊരു തുക കൊടുക്കാനില്ല, ചെറിയൊരു തുകയുള്ളെങ്കിലും അതും വിലപ്പെട്ടതാണ് ദൈവരാജ്യത്തിൽ. സോ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം. മിഷൻ മന്ത്സിൽ ഇതിൻ്റെ എല്ലാ പ്രേക്ഷകരും അല്ല പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാം പങ്കാളികളാകണം. നമുക്കൊന്നിച്ച് ചേർന്ന് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ അല്പസമയം ദൈവവചനം പഠിക്കാൻ പോകുകയാണ്. ദൈവവചന പഠനത്തിലേക്ക് കടക്കാം. നമ്മുടെ ദൈവവചന പഠനം നമ്മുടെ ധാരണകൾ തിരുത്തും, അനുഗ്രഹത്തിലേക്ക് നടത്തും. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ധാരണ തിരുത്തേണ്ടിയ ഒരു വലിയ ഏരിയയാണ് ദൈവമക്കളുടെ വേർപാടും വിശുദ്ധിയും. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഇതേ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ദൈവവചനത്തിലെ മറ്റൊരു വേദഭാഗം അതിനുവേണ്ടി നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന. കഴിഞ്ഞ ദിവസം
എന്നെ ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ സ്വർഗീയ വിരുന്നിൽ ഒരു ആരാധന സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ വേറെ ചില വിശ്വാസികൾ പറഞ്ഞു, നിങ്ങളുടെ അവിടെ വേർപാടും വിശുദ്ധിയൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, നിങ്ങൾ ആഭരണം ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേർപാടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച്, ബ്രദറെ എന്താ അത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരി ഫോണിൽ അത് പറയാൻ ഒത്തിരി സമയമെടുക്കുമല്ലോ. അപ്പോൾ അതും എൻ്റെ മനസ്സിൽ കിടന്നു. നമ്മുടെ ധാരണകൾ, വേർപാടും വിശുദ്ധിയും എന്താണെന്നുള്ളത് നമ്മുടെ ധാരണയെ ഒന്ന് തിരുത്തി അനുഗ്രഹിക്കപ്പെടാൻ ദൈവവചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് വിശ്വാസിക്ക് ചിലതിനോട് വേർപാട് പാലിക്കണം. ഹീ ഷുഡ് ബി സെപ്പറേറ്റഡ്. എന്നാൽ ഈ സെപ്പറേഷൻ എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെടും. ഒന്ന്, കുറേ മനുഷ്യരോട്, അവിശ്വാസികൾ അല്ലെങ്കിൽ ഈ ആത്മീയ അനുഭവം കിട്ടാത്തവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒന്നാണോ വേർപാട്? അവരോടൊന്നും ഇനിയും കണ്ടാൽ മിണ്ടത്തില്ല. നെവർ, അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനം പറയുന്നതിൽ ഒരു കാര്യം ഇതാണ്, അവൻ പാപികളോട് വേർപെട്ടവൻ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ഈ ലോകത്ത് കാണുമ്പോൾ പാപികളുടെ മധ്യത്തിലാണ് കണ്ടത്. അന്ന് ഞങ്ങൾ വേർപെട്ടവരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു കൂട്ടർ യേശുക്രിസ്തു ഈ ലോകത്തുണ്ടായിരുന്നപ്പോഴുണ്ട്. അത് പരീശന്മാരെന്ന് പറയും. യഹൂദന്മാരുടെ കൂട്ടത്തിൽ തന്നെ മതതീഷ്ണതയുള്ളവരായിരുന്നു. സ്ട്രിക്റ്റായിട്ടും മോശയുടെ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവർ. അവർ ഇതര ജാതികളുമായിട്ട് ഭയങ്കരമായി അവർ വേർപെട്ട് നിന്നു. ഒരു അയിത്തവും തീണ്ടലും തൊടിയിലും പോലെ അവരൊക്കെ പാപികളാ, കൊള്ളരുതാത്തവരാ. ഞങ്ങൾ ആണ് ദൈവത്തിൻ്റെ ജനം. അവരുടെ ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളും അനുഷ്ഠിക്കും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പലപ്പോഴും പരീശന്മാരോട് പറഞ്ഞു, പുറമേ പാപം ചെയ്യാതിരുന്നുകൊണ്ട് പാപിയാകാതിരിക്കില്ല. ഹൃദയത്തിൽ നിനക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ മോഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് ചെയ്ത ആളെ പോലെ തന്നെയാണ് എന്ന് യേശു പറഞ്ഞ് ഈ വലിയ വിശുദ്ധന്മാരും വിശുദ്ധരല്ലെന്ന് പറയുന്നവരും ദൈവിക ദൃഷ്ടിയിലെല്ലാം ഒരുപോലെ ഉള്ളൂ എന്ന് കർത്താവ് വ്യക്തമാക്കിയവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേർപെട്ടവൻ, ഹസിദീം എന്ന വാക്കാണ്. വേർപെട്ടവൻ, അവർ തങ്ങളിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും മാറിയായിരിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ കാണാം. ആത്മീയരായി കഴിഞ്ഞാൽ പിന്നെ, ദൈവഭക്തരായി കഴിഞ്ഞാൽ പിന്നെ ആ മറ്റ് ജനങ്ങളുമായിട്ടൊന്നും ഇടപെടാതെ പ്രത്യേക വേഷവും പ്രത്യേകമായി മാറി നടക്കുന്ന ഒരു രീതി, അത് പഴയ നിയമത്തിൽ ഒക്കെ നമുക്ക് കാണാം. എന്നാൽ ക്രിസ്തു ഇവിടെ വന്നപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയ വേർപാട് അങ്ങനെയായിരുന്നില്ല. കർത്താവിനെ നമ്മൾ കാണുന്നത് ചുങ്കക്കാരുടെയും പാപികളുടെയും, നാട്ടുകാരെല്ലാം മഹാപാപി എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞവരുടെ ഇടയിലാണ് കർത്താവിനെ കണ്ടത്. അതുകൊണ്ടാണ് സക്കായിയുടെ വീട്ടിൽ കർത്താവ് വിരുന്നിന് പോയപ്പോൾ അന്നത്തെ പരീശന്മാരും ഈ ഞങ്ങൾ വലിയ ആത്മീയരാണെന്ന് പറഞ്ഞ ആൾക്കാർ കർത്താവിനെ വിമർശിച്ചു. നോക്കൂ, ഇവൻ പാപികളുടെ കൂടെ തിന്നാൻ പോയിരിക്കുന്നു. മാത്രമല്ല വേറൊരിടത്ത് കർത്താവിനെ അവർ വിളിച്ചവൻ ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതന്, ഫ്രണ്ട് ഓഫ് ദ സിന്നേഴ്സ്. കർത്താവായ യേശുക്രിസ്തു വന്നത് തന്നെ പാപികളെ തെരഞ്ഞ് രക്ഷിപ്പാൻ. കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമ മത്തായി എഴുതിയ സുവിശേഷം 22 ഈ ദിവസങ്ങളിൽ ആ വചനം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുക. അത് ഒരു രാജാവ് കല്യാണ സദ്യയ്ക്ക് ആളെ ക്ഷണിച്ചവരെ തിരിച്ചു വിളിക്കാൻ വീണ്ടും സമയമായപ്പോൾ തൻ്റെ മകൻ്റെ കല്യാണ സദ്യയ്ക്ക് ഒരു രാജാവ് അനേകരെ വിളിച്ചു. പക്ഷേ സമയമായപ്പോൾ ഇവരാരും വന്നില്ല. ആദ്യം പരിചാരകരെ വിട്ടിട്ട് സമയമായി വരാൻ പറഞ്ഞു, അവർ വന്നില്ല. രണ്ടാമതും വിട്ടു, അവർ വന്നില്ല. നമുക്ക് മനസ്സിലാവും ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ യഹൂദന്മാർ തള്ളിക്കളഞ്ഞതിനെ അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ആരൊക്കെ സുവിശേഷം തള്ളിക്കളയുന്നു അവരൊക്കെ ഇതുപോലെയാണ്. വിളി കിട്ടി, രാജവിരുന്നാണ്, എല്ലാം ഉണ്ട്. കർത്താവ് ഈ ലോകത്ത് വന്നത് നമുക്കെല്ലാം ഒരുക്കി തരാൻ. അതുകൊണ്ടാണ് മത്തായി 22 എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വിരുന്നിലെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ വിരുന്നായതുകൊണ്ട് ഇത് കേവലം ഭക്ഷണമല്ലല്ലോ. നമുക്ക് വേണ്ട എല്ലാ സമാധാനവും സന്തോഷവും അനുഗ്രഹവും കുടുംബത്തിൻ്റെയും തലമുറയുടെ അനുഗ്രഹങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വിളി കേട്ട് വരുന്നവർക്ക് എല്ലാ അനുഗ്രഹമുണ്ട്, സംശയിക്കേണ്ട. അതെല്ലാം ഒരുക്കിയ കർത്താവ് വിളിക്കുന്നത്.
പക്ഷേ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ പലരും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കുറേ നല്ല ആൾക്കാരാണ്, ഇതൊക്കെ പാപികളോടും കുഴപ്പക്കാരോടും ക്രിമിനലിനോടും ഒക്കെ പോയി പറ എന്ന് പറയുന്നവർ ഇന്നുമുണ്ട്. അതാണ് ക്ഷണിക്കപ്പെട്ടെങ്കിലും തത്സമയത്ത് ക്ഷണം നിരസിച്ചവരാണ്. ഉടനെ ഈ രാജാവ് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, പരിചാരകരോട് പറയുക, നിങ്ങൾ പോയി തെരുക്കോണുകളിലൊക്കെ ചെന്ന് കണ്ടവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ നോക്കൂ. അപ്പോൾ കർത്താവിൻ്റെ സഭ യേശു വിളിക്കുന്ന എല്ലാവരെയുമാണ്. സഭ പോകേണ്ടത് കണ്ടവരെയൊക്കെ വിളിക്കാനാണ്. എന്നിട്ട് അതിനടുത്ത വാക്യത്തിൽ മത്തായി 22 വായിക്കുന്നു, അവർ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അപ്പം എനിവൺ ക്യാൻ കം. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവ് ആളെ ആകെ മാറ്റും. താൻ വന്ന ആ പാപ വസ്ത്രത്തിലകത്ത് വന്നതെങ്കിൽ മദ്യപാനിയായിട്ടും കുഴപ്പക്കാരനായിട്ടും വൈരാഗ്യവാനായിട്ടും ഒക്കെ ആയിരിക്കും അകത്ത് വന്നത്. അതല്ല കുറച്ച് ഡീസൻ്റ് ആയിട്ടാണോ വന്നത്, എല്ലാവരെയും തൻ്റെ നീതിയുടെ വസ്ത്രം കർത്താവ് അങ്ങ് ഇടിയിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും പാപിയെപ്പോലും കർത്താവ് രൂപാന്തരപ്പെടുത്തും. ഇതാണ് ദൈവത്തിൻ്റെ വേർപാടിൻ്റെ പ്രത്യേകത. താൻ പാപത്തോട് വേർപെട്ടയാളാണ്, പാപിയോട് വേർപെട്ടയാളാണ്, പക്ഷേ താൻ ജനങ്ങളുടെ ഇടയില്ല. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് 14 മുതലുള്ള വാക്യങ്ങളാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഭാഗം ശ്രദ്ധിക്കാൻ. 2 കൊരിന്ത്യർ 6:14 മുതൽ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോടെ എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. എന്നിട്ട് പഴയ നിയമത്തിലൊരു വാക്യമാണ് ഉദ്ധരിക്കുന്നത്. നമ്മളിപ്പോൾ വായിക്കുന്ന 2 കൊരിന്ത്യർ 6:14 മുതൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇണയില്ലാപ്പണ കൂടരുത്, അവിശ്വാസികളുമായി ഇണയില്ലാപ്പണ കൂടരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഈ വാക്യം ഉദ്ധരിക്കുന്നത്. ഇനി ഒരു വാക്യം കൂടെ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുക, 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്നത് പഴയ നിയമത്തിലെ വിശുദ്ധിയും വേർപാടുമാണ്. ഇവിടെ 2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുക. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായത് തുടരുത്. നമുക്കറിയാം പഴയ നിയമകാലത്ത് യഹൂദന് ബാഹ്യമായൊരു വിശുദ്ധിയുടെ കൽപ്പനകളാണ് കൊടുത്തിരുന്നു. അതായത് ശവത്തെ തൊട്ടാൽ അവൻ അശുദ്ധനാണ്. മാത്രമല്ല ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ ആ ആൾ അശുദ്ധനാണ്. അയാൾ സ്വയം ആചാരപരമായ അശുദ്ധി, സെറിമോണിയലി അൺക്ലീൻ എന്ന് പറയും. പിന്നെ ഈ ആൾ ചില ശുദ്ധീകരണമായ പ്രക്രിയകൾ ആലയത്തിൽ പോയി കഴിച്ച് പുരോഹിതൻ്റെ അടുക്കൽ പോയി യാഗമൊക്കെ കഴിച്ചാലേ ഇയാളെ പിന്നെ സമൂഹത്തിൽ ഉൾക്കൊള്ളത്തുള്ളൂ. അതൊരു ബാഹ്യ വിശുദ്ധിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇത് കോൺട്രഡിക്ഷനായിട്ട് തോന്നുന്നില്ലേ? അപ്പോസ്തലൻ നേരെ ഓപ്പോസിറ്റാണോ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കുക, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത് എന്ന് പറയുക. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയാം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൽ നിന്ന് പഴയ നിയമത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചിരിക്കുക. മാത്രമല്ല അശുദ്ധമായതൊന്നും തുടരുത്. അപ്രകാരമുള്ളൊരു വിശുദ്ധിയാണോ? ഇതിൽ നിന്നാണ് പലപ്പോഴും ഈ പുതിയ നിയമ വിശ്വാസികൾക്കും ചില പ്രത്യേക കളറുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഇതേ പൗലൂസ് പറയുകയാണ്, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നീ ഉപദേശങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് വന്നത്? ഇത് ജ്ഞാനവാദത്തിൽ നിന്ന് വന്നതല്ലേ നിങ്ങൾ എന്ന് പൗലൂസ് അവിടെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കൊലോസ്യ സഭയെ ശാസിച്ചുകൊണ്ട് ചോദിക്കുക. അശുദ്ധമായതൊന്നും തൊടരുത് എന്ന് 2 കൊരിന്ത്യർ 6-ൽ പഴയ നിയമത്തിലെ ആ വാക്യം എടുത്ത് വായിക്കുക. അപ്പം ചില വസ്തുക്കളെ തൊടാൻ പാടില്ല എന്ന് ഒരിക്കലും കർത്താവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ ഉപദേശത്തിലില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കൊലോസ്യ ലേഖനത്തിലെ വാക്യം തന്നെ കേൾക്കുക. കൊലോസ്യർ 2:20 മുതൽ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ചില വസ്തുക്കളെ തൊടാതിരുന്നതുകൊണ്ടോ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ചതുകൊണ്ടോ താഴോട്ട് വരുമ്പോൾ ഇതുകൊണ്ടൊന്നും ജഡാഭിലാഷം അടങ്ങത്തില്ല. ചില വസ്തുക്കളല്ല നിങ്ങളിൽ
അല്ലെങ്കിൽ ഏതോ ആഹാര പദാർത്ഥങ്ങൾ വർജിച്ചാൽ നിങ്ങൾ വിശുദ്ധരാകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വസ്ത്രം ധരിച്ചാൽ, ചില ശരീരത്തിൽ ചിലത് നിങ്ങൾ അണിയാതിരുന്നാൽ അതുകൊണ്ട് വിശുദ്ധി വരില്ല എന്ന് വ്യക്തമായിട്ട് പറയാം. അപ്പം പുറമേ വസ്തുമയമായ ലോകത്തോട് മാറിയിരിക്കുന്നൊരു വേർപാടല്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അതുതന്നെയാണല്ലോ കർത്താവായ യേശു താനും പറഞ്ഞു, നിങ്ങളുടെ വായ്ക്കകത്തേക്ക് പോകുന്ന അല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, മറിച്ച് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ദുശ്ചിന്ത, വ്യഭിചാരം, കപടം, പക, പിണക്കം, ഇതൊക്കെയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ക്രിസ്തു മുഖേന ഇവിടെ വെളിപ്പെട്ട പാപങ്ങളെന്നും അശുദ്ധിയെന്നും പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഇത്തരം കാര്യങ്ങളാണ്. വാസ്തവത്തിൽ അതിനോടുള്ള വേർപാടാണ് വേർപാട്. 2 കൊരിന്ത്യർ 6:14 ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. ഇപ്പം മുമ്പേ നമ്മൾ കേട്ടത് അശുദ്ധമായ ചില വസ്തുക്കളുണ്ട്, അതിൽ നിന്ന് മാറിയിരിക്കുക. ഇവിടെ അശുദ്ധമായ വ്യക്തികളുണ്ട്, അതിൽ നിന്ന് മാറിയിരിക്കുക. അങ്ങനെയാണോ പൗലൂസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതേ പൗലൂസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. ഞാനിത് വായിക്കുന്നത്, ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല, കോൺട്രഡിക്ഷനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അത് താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമാവും. അപ്പോസ്തലന്മാരും യേശുക്രിസ്തു ഒരേ കാര്യത്തിലാണ് നിൽക്കുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ കേൾക്കുക. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ ആരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് മാറി നടക്കണ്ട, അവരുടെ ഇടയിൽ വേണം ജീവിക്കാൻ. അങ്ങനെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലോകം വിട്ടു പോകേണ്ടി വരും. അടുത്ത വാക്യം, എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ, ക്രിസ്തുവിനെ അറിഞ്ഞ ഒരുവൻ, സഭയിലായ ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവനോടുള്ള ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഒരു വിശ്വാസി ഇതെല്ലാം വിട്ട് കർത്താവിൽ രൂപാന്തരം എന്നൊരു വിശ്വാസി വീണ്ടും ആ നിലയിലേക്ക് പോയി. നമുക്കറിയാം, 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വിശ്വാസിയായ ശേഷം, കർത്താവിനെ അറിഞ്ഞ ശേഷം, അപ്പൻ്റെ 2ാം ഭാര്യ എന്ന് കരുതാം, ആളുമായി വേണ്ടാത്ത ഒരു ബന്ധത്തിൽ കുടുങ്ങി വളരെ ദുഷിച്ചൊരു ജീവൻ നയിച്ചപ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ സഭയിൽ നിന്ന് മാറ്റി നിർത്താൻ പറയാം. പക്ഷേ ആ ആൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ ദൈവം ഇടയാക്കട്ടെ. അവനൊരു ജഡസംഹാരത്തിനായിട്ട് അവൻ സാത്താനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ സഭയും കൈയെടുക്കുകയാണ്. സഭ ആരെയും ജഡസംഹാരം ചെയ്യത്തില്ല, ദൈവം ആരെയും ജഡസംഹാരം ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ ബാലശിക്ഷ ദൈവവചനത്തിലൂടെ, ദൈവവചനം ഒന്നും കേട്ടിട്ട് ആ മനുഷ്യന് മാറ്റം വരുന്നില്ല. ഉടനെ പറയാണ്, അവനെ വേർതിരിക്കാൻ പറയുമ്പോഴും പൗലോസ് പറയാണ്, അവന് ആ സഭയുടെ പ്രൊട്ടക്ഷനും അനുഗ്രഹവും ഒക്കെ മാറിക്കഴിയുമ്പോൾ അവനുണ്ടാകുന്ന പ്രതിസന്ധിയിൽ അവനൊരു മാനസാന്തരം വരട്ടെ, അങ്ങനെ അവൻ രക്ഷിക്കപ്പെടട്ടെ. ചുരുക്കി പറഞ്ഞാൽ, ആരെയും തള്ളിക്കളയുന്ന ഒരു മഹാപാപിയെപ്പോലും തള്ളിക്കളയുന്ന ഒരു രീതി തിരുവചനത്തിലില്ല, ക്രിസ്തുവിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്. 2 കൊരിന്ത്യർ 6 അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് പഴയ നിയമത്തിലെ വാക്യെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ഏത് വേദഭാഗം വായിച്ചാലും ആ വേദഭാഗത്തിൻ്റെ തൊട്ട് മുകളിലോ അതിന് തൊട്ട് പിമ്പോ ഇത് വാസ്തവത്തിൽ എന്താണെന്ന് ഉറപ്പിച്ച് പറയുന്നൊരു വാചകം കാണും. അത് 2 കൊരിന്ത്യർ 6-ൻ്റെ ഒടുവ് 6-ൽ അത് തീർന്നിട്ട് 7-ാം അധ്യായം തുടങ്ങുക. പൗലൂസ് അധ്യായമൊന്നും തിരിച്ചില്ല. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 6:14 തുടക്കം വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. അവിടെ ഇംഗ്ലീഷിൽ അൺഈക്വലി യോക്ക്ഡ് വിത്ത് അൺബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കാളയെയും ഒരു പോത്തിനെയും കൂടെ ഒരേ യോക്കിൽ, ഒരേ നുഖത്തിൽ വെച്ച് കെട്ടത്തില്ല, അതുപോലെ വെച്ച് കെട്ടരുത് എന്ന അൺഈക്വലി യോക്ക്ഡ്, ഇണയില്ലാപ്പിണ കൂടുക എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിശ്വാസിയുമായി സമ്പർക്കം അരുതെന്നല്ല, കർത്താവിൽ വിശ്വസിച്ചൊരു വ്യക്തി എപ്പോഴും പോസിറ്റീവായിരിക്കും. ഉദാഹരണത്തിന്, ഏത് പ്രതിസന്ധി വന്നാലും നടക്കും, കർത്താവ് അത്ഭുത വഴി തുറക്കും എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഇല്ലാത്ത വ്യക്തി ഇതൊക്കെ നാശത്തിലേക്കാണ്, ചത്ത മതി എന്ന് പറയും. അപ്പോൾ ഈ 2 ആശയങ്ങൾ അവിടെ വരുമ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചില കാര്യങ്ങളിൽ, ആശയങ്ങളിൽ ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളിൽ പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു വിശ്വാസി ആ ക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ലാത്ത ആളെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടെയാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്ന വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ, വിശ്വസിക്കുന്ന ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൻ്റെ ആശയമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ജീവിത പങ്കാളിയാക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് 2 കൂടെ ഒരിക്കലും സമാധാനത്തിൽ ജീവിക്കാനൊക്കത്തില്ല.
അവിടെ തന്നെ പറയണം, സമാധാനത്തിൽ ജീവിക്കാനാണല്ലോ ദൈവം വിളിച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. കാരണം ഒരാളുടെ വ്യൂ പോയിൻ്റ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും, ഒരാളുടെ വ്യൂ പോയിൻ്റ് ലോകത്തിലെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനപ്പുറത്തൊന്നും നടക്കുമെന്ന് ചിന്തിക്കാത്ത ഒരാളാണ് കൂട്ട് പങ്കാളിയെങ്കിൽ ആൾ നെഗറ്റീവും നിരാശയും ഭയവും ഒക്കെ ആയിരിക്കും പറയുന്നത്. ഒരാൾ ക്രിസ്തുവിൽ ക്ഷമിക്കാമെന്ന് പറയുമ്പോൾ വേറൊരാൾ വൈരാഗ്യത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. ഒരിക്കലും ആ കുടുംബത്തിന് സമാധാനത്തിൽ പോകാനൊക്കത്തില്ല. അല്ലാതെ ആ വ്യക്തിയോട് പിണക്കമോ ഒന്നുമല്ല, ആ ആശയങ്ങളിലുള്ള വേർപാട്, പാപ സ്വഭാവത്തോടുള്ള വേർപാട്, ചിന്താഗതികളുള്ള വേർപാടാണ് ഇവിടെ കൂട്ടി ഇണക്കരുത് എന്ന് പറയുന്നത്. അത് തെളിയുന്നത് നിങ്ങൾ അവിശ്വാസികളോട് ഇടയിലപ്പണം കൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ വാക്യം എടുത്ത് പറയുക, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. ഈ വാഗ്ദത്തങ്ങൾ ഒക്കെ പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇത് 2 കൊരിന്ത്യർ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചുകൊള്ളുക. ഇവിടെ പറയാണ്, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. ഇവിടെ ആത്മാവിലെ കന്മഷം, ആത്മാവിൽ എവിടെ കുഴപ്പമിരിക്കുന്നത് പറയാം. 2 കൊരിന്ത്യർ 11 വരുമ്പോൾ പറയാണ്, നിങ്ങൾ കേൾക്കാത്ത വേറൊരു ക്രിസ്തുവിനെ കേൾക്കുമ്പോൾ നിങ്ങൾ വേറൊരു ആത്മാവ് നിങ്ങളിൽ പ്രവേശിക്കും. 2 കൊരിന്ത്യർ 11 ആദ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ട ഉപദേശം ശരിയല്ലെങ്കിൽ, ക്രിസ്തു ശരിയല്ലെങ്കിൽ, ആ ക്ഷമിക്കുന്ന, ആ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പാപം മോചിക്കപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ വേറൊരു ആത്മാവിൻ്റെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാകും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് നമ്മളിൽ ഒരു രൂപാന്തരം വരുത്താമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഇനി ആ മനുഷ്യരുടെ പോകരുത്, അവരെ ഒന്നും വർത്തമാനം പറയാൻ പോകരുതെന്നല്ല. ലെറ്റസ് ചേഞ്ച് അവർ തിങ്കിങ്. നമ്മുടെ ആത്മാവിലെ വേണ്ടാത്ത സ്വാധീനങ്ങൾ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ജഡത്തിൽ, അവരവരിൽ മാറ്റം വരുത്താനാണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഭക്ഷണം ഒഴിവാക്കുകയല്ല, പൗലോസ് തന്നെ പറഞ്ഞത്, നിങ്ങൾ അശുദ്ധമായത് എന്തെങ്കിലും തൊടാതിരിക്കുകയല്ല, മറിച്ച് നമ്മളുടെ അകത്ത് പാപത്തോടുള്ളൊരു വേർപാട് മാത്രമല്ല, ഒരു വ്യക്തി ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ്റെ ചിന്താഗതികളാകെ മാറുകയാണ്. ഇപ്പം ഞാൻ വേർപാടാണെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് പാപകരമായ കാര്യങ്ങളോടെല്ലാം ആസക്തിയാണെങ്കിൽ അതെങ്ങനെ വേർപാടാകുന്നത്? ഞാൻ പുറമേ ഏതെങ്കിലും പ്രത്യേക വസ്ത്രം, വളരെ ഒരു ആത്മീയത പുലർത്തുന്ന ഒരു വസ്ത്രം ഞാൻ ധരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം നിറയെ പാപചിന്തകളാണെങ്കിൽ അതെങ്ങനെ വേർപാടാകുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് വേണ്ടാത്ത സകലത്തിൽ നിന്നും ക്രിസ്തു വേർപെട്ടതുപോലെ വേർപെട്ടിരിപ്പാനാണ്. കർത്താവായ യേശു പാപികളുടെ ഇടയിലായിരുന്നു, തകർന്നവരുടെ ഇടയിലായിരുന്നു. അവരെ അശുദ്ധരെന്ന് വിളിച്ച് കർത്താവ് മാറ്റി നിർത്തിയില്ല. അവരുടെ വീടുകളിൽ പോയി വിരുന്ന് കഴിച്ചു. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവരാൾ മാറി. സക്കായി ഒരു പുതിയ വ്യക്തിയായി തീർന്നു. അവൻ്റെ ചിന്താഗതി മാറി. പണത്തോടുള്ള ദ്രവ്യാഗ്രഹത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു സക്കായി. എന്നാൽ ഇപ്പോൾ താൻ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറി. അതാ വേർപാട്. ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് തനിക്ക് വേർപാടുണ്ടായി, പാപ സ്വഭാവങ്ങളിൽ നിന്ന് വേർപാടുണ്ടായി, ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് അതിൽ നിന്ന് വേർപാടുണ്ടായി, സ്നേഹിക്കാനിടയായി തീർന്നു. ആ യഥാർത്ഥ വേർപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് പാപികളോട് വേർപെട്ടവനാണെന്ന് തിരുവചനം പറയുന്നു. എന്നാൽ അങ്ങ് പാപികളായ മനുഷ്യരുടെ ഇടയിൽ ഇരുന്നു, അവരുടെ കൂടെ സംസർഗം ചെയ്തു, അവരുടെ ഭക്ഷണം കഴിച്ചു. കർത്താവെ, എന്നാൽ അങ്ങയിലെ ദിവ്യ സ്വഭാവങ്ങൾ അവരിലേക്ക് പകർന്ന് അവരെ യഥാർത്ഥ വേർപാടിലേക്ക് നടത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവ് തരുന്ന യഥാർത്ഥ വേർപാടും വിശുദ്ധിയും തരുന്നതിനായി സ്തോത്രം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. കർത്താവെ, അങ്ങയുടെ വിശുദ്ധി പുറമേ ഉള്ളതല്ലല്ലോ, ഹൃദയത്തിനുള്ളിൽ വരുന്ന രൂപാന്തരമാണല്ലോ. സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാണല്ലോ. പകയും പിണക്കവും കോപവും ക്രോധവും വൈരാഗ്യവും വിട്ടുകളയുന്ന, അതിനോട് വേർപെടുന്ന ഒരനുഭവമാണല്ലോ. അത് ഞങ്ങളിൽ തരുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തൃക്കരങ്ങൾ തരുന്നു. ഈ നിമിഷം തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ,
പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, മദ്യപാന ശക്തികൾ വിട്ടുമാറട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുത സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഇന്ന് തകർന്ന ഹൃദയത്തോടെ ഇനി വേറെ ഒരു വഴിയും മുമ്പിലില്ല എന്ന നിലയിൽ കേൾക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അങ്ങയുടെ കരം തൊട്ട് വിടുവിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വേർപാട് നമ്മളിലുണ്ടായിരിക്കട്ടെ. അവിശ്വാസത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, പകയിൽ നിന്ന്, പിണക്കത്തിൽ നിന്ന്, വൈരാഗ്യത്തിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്, അതിൽ നിന്നെല്ലാം നമുക്കൊരു വേർപാടുണ്ടായി സ്നേഹവും സന്തോഷവും സമാധാനവും മറ്റുള്ളവരെ സഹായിക്കുന്നതും പാപത്തിൻ്റെ അഴുക്ക് സ്വഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാറിയിരിക്കുന്നതുമായ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നോക്കി വിശുദ്ധിയത്തേക്കുന്ന ദിവ്യവിശുദ്ധി നമ്മളിൽ വരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ശുശ്രൂഷയിൽ നമുക്ക് വീണ്ടും ചേരാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് കുട്ടി ബ്രദർ ഇന്ന് വൈകിട്ട് 8 മണിക്ക് അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. മെയ് 13 ബുധനാഴ്ച. ഇവാഞ്ചലിക്കൽ ചർച്ച് മെയിൻ ഹാൾ നമ്പർ 1. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈരാറ്റുപേട്ടയിൽ മെയ് 23 ശനി. ശുശ്രൂഷകൾ രാവിലെ 10 മണിക്ക്. PTMS പുളിക്കൽ ഓഡിറ്റോറിയം, ഈരാറ്റുപേട്ട. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കാട്ടാക്കടയിൽ മെയ് 28 വ്യാഴം രാവിലെ 10-ന്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചവറയിൽ മെയ് 29 വെള്ളി രാവിലെ 10-ന്. SGK ഓഡിറ്റോറിയം, ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം ചെങ്ങമനാട്ട് മെയ് 30 ശനി രാവിലെ 10-ന്. അരോമ ഓഡിറ്റോറിയം. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों